ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജി. തൃശൂർ സ്വദേശി ബിപിൻ ടി ആലപ്പാട്ടാണ് ഹർജി നൽകിയത്. ഡോക്ടർ MP പരമേശ്വരന് സാംസ്കാരിക നഗരിയുടെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. അന്തിമോപചാരമർപ്പിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ കാട്ടാനയാക്രമണത്തിൽ 3 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്നതിനിടെ ജീവനക്കാരെ ആന ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം. തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യദിന പരേഡിന്റെ പരിശീലനം അവസാന ഘട്ടത്തിൽ. വിപണിയിലും ത്രിവർണ്ണ തരംഗം. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. പാമ്പാടി അയ്യോർ മഠത്തിലും ചാവക്കാട് പഞ്ചവടിയിലും ബലിതർപ്പണത്തിന് വൻ തിരക്കനുഭവപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി ഉടൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജിക്കാരൻ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും KSRTCക്ക് മാത്രം നേട്ടം ലഭിക്കാൻ ഇടയാക്കിയെന്നുമാണ് പരാതി. വിപണിയിലെ തുല്യ മത്സര സാഹചര്യമെന്ന സാമാന്യ നീതിക്ക് വിരുദ്ധമാണ് സർക്കാർ പദ്ധതി. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് വൻതോതിൽ സ്ത്രീ യാത്രക്കാർ KSRTCയിലേക്ക് യാത്ര മാറ്റി. യാത്ര സൗജന്യമാണെന്ന ഏക കാരണത്താലാണ് KSRTCയിലേക്ക് മാറിയത്. തുടർന്ന് സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വൻ നഷ്ടമാണ് ഉണ്ടായതെന്നും ബസ് സർവീസ് നടത്തുക എന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാതായെന്നും ഹർജിയിൽ പറയുന്നു. ഇതിനകം 750 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർവീസുകൾ ഇല്ലാതാകുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടത്തിനിടയാക്കുന്നുവെന്നും ഓരോ ദിവസവും കൂടുതൽ സ്ത്രീ യാത്രക്കാർ ഒഴിഞ്ഞുപോകുന്നത് സ്വകാര്യ ബസ്സുകളുടെ സാമ്പത്തിക നഷ്ടം വർദ്ധിപ്പിക്കുന്നതായും ഹർജിയിൽ പറയുന്നു. ഹർജി കോമ്പറ്റീഷൻ കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കഴിഞ്ഞ ദിവസം അന്തരിച്ച ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. കോട്ടപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആദരാഞ്ജലി അർപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPM PB അംഗം A വിജയരാഘവൻ, മുൻ മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, R ബിന്ദു, MLA സേവിയർ ചിറ്റിലപ്പള്ളി, പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കൃത്യമായ സാമൂഹിക അവബോധത്തോടുകൂടി ശാസ്ത്ര സമൂഹത്തെയും രാഷ്ട്രീയ സമൂഹത്തെയും രൂപപ്പെടുത്താൻ ഫലപ്രദമായ ഇടപെടൽ നടത്തിയ ദാർശനികനാണ് MP പരമേശ്വരനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ അനുസ്മരിച്ചു. പരമേശ്വരൻ ശാസ്ത്രലോകത്ത് ഏറ്റവും ശ്രദ്ധേയനായ ആണവ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഒപ്പം തന്നെ നിലകൊള്ളുന്നതിനു വേണ്ടിയിട്ടാണ് അവസാന നിമിഷം വരെ തയ്യാറായിട്ടുള്ളത്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോവുകയും അദ്ദേഹത്തെ നേരിട്ട് കാണുകയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ വന്നപ്പോഴും അപ്പോഴും എനിക്ക് മനസ്സിലായ അതുതന്നെയാണ്. കൃത്യമായ സാമൂഹ്യ അവബോധത്തോടെ ശാസ്ത്ര സമൂഹത്തെ രൂപപ്പെടുത്താൻ, അതുവഴി രാഷ്ട്രീയ സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനിക ഉള്ളടക്കത്തോടെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദാർശനികനാണ്. ദാർശനികന്മാരിൽ വളരെ പ്രമുഖനാണ് ഡോക്ടർ MP പരമേശ്വരൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
അതിരപ്പള്ളി തുമ്പൂർമുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വനം വകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്ന ദൌത്യത്തിലേർപ്പെട്ടിരുന്നവരെയാണ് കൊമ്പനാന ഓടിച്ചത്. പരിക്കേറ്റ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സച്ചിൻ, വാച്ചർമാരായ നടരാജൻ, മണികണ്ഠൻ എന്നിവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുമ്പൂർമുഴി പത്തയാറിലായിരുന്നു സംഭവം. എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും എത്തിയ കൊമ്പൻ ഇവരുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. 100 മീറ്ററോളം ആന ഇവരെ ഓടിച്ചു. റോഡിനോട് ചേർന്നുള്ള കൊക്കയുടെ അരികിലെ ഇടുക്കിലേക്ക് ചാടിയാണ് മൂവരും രക്ഷപ്പെട്ടത്. ഇതിനിടെ റോഡിൽ വാഹനത്തിലെത്തിയ വിനോദസഞ്ചാരികൾ ബഹളം വെച്ച് ആനയെ പിന്തിരിപ്പിച്ചു. ഇതോടെ ആന എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നുവെന്ന് ചാലക്കുടി DFO M. വെങ്കടേശ്വരൻ പറഞ്ഞു. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം. സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിലെ ഔദ്യോഗിക പതാക ഉയർത്തൽ ചടങ്ങിനും പരേഡിനുമായി തേക്കിൻകാട് മൈതാനി ഒരുങ്ങിക്കഴിഞ്ഞു. ആഗസ്റ്റ് 15 രാവിലെ മന്ത്രി OJ ജനീഷ് പതാക ഉയർത്തൽ നിർവഹിച്ച് വിവിധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. സ്വാതന്ത്ര്യദിന പരേഡിനുള്ള വിവിധ സേനകളുടെ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് സർവീസ് തുടങ്ങിയവയും NCC, സ്കൗട്ട്, ഗൈഡ്സ്, SPC, NSS, റെഡ് ക്രോസ് തുടങ്ങിയ സന്നദ്ധ സേനാംഗങ്ങളും സംയുക്തമായും അല്ലാതെയുമായി പരേഡിനുള്ള പരിശീലനങ്ങൾ തുടരുകയാണ്. അതേസമയം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വർണ്ണപ്പകിട്ടാകാനുള്ള വൈവിധ്യമാർന്ന അലങ്കാര സാമഗ്രികളുമായി വിപണിയും സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, ഓഫീസുകൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ തുടങ്ങിയവയെല്ലാം സ്വാതന്ത്ര്യദിനാലങ്കാരത്തിന് വിപണിയിലെ റെഡിമെയ്ഡ് സാമഗ്രികളാണ് ഉപയോഗിക്കുന്നത്. വിവിധ വലുപ്പത്തിലുള്ള പതാകകൾ, മൂവർണ്ണക്കൊടികൾ, ത്രിവർണ്ണങ്ങളിലുള്ള അരങ്ങുകൾ, ബലൂണുകൾ, തൊപ്പികൾ, മാലകൾ, ഉടുപ്പുകൾ, കൊടിത്തോരണങ്ങൾ, അലങ്കാര ബോളുകൾ, പടക്കത്തോരണങ്ങൾ, ചെണ്ടുമല്ലി മാലകൾ, കൊടിക്കൂറകൾ, ഷാളുകൾ, പമ്പരങ്ങൾ തുടങ്ങിയവ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിപണിയും ഭാഗഭാക്കാകുന്നത്. TCV തൃശൂർ. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഫയർഫോഴ്സും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് തിരുവല്ലോമല നിളാതീരത്ത് പിതൃമോക്ഷം തേടി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പഴയന്നൂർ പോലീസും വടക്കാഞ്ചേരി ഫയർഫോഴ്സും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് മേൽശാന്തി സുമേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ 25ഓളം പരികർമ്മികൾ കാർമ്മികത്വം വഹിച്ചു. കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ 2 പന്തലുകളിലായി ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. കൂർക്കഞ്ചേരി മഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണത്തിന് മേൽശാന്തി ദിലീപ് കുമാർ നേതൃത്വം നൽകി. 3 ഹാളിലാണ് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിൽ വാവുബലി ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ PR മണികണ്ഠൻ, KM അജിത് കുമാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പിതൃസായുജ്യ പൂജ, തിലഹോമം എന്നിവയും നടന്നു. ചാലക്കുടിപ്പുഴയുടെ കൂടപ്പുഴക്കടവിൽ ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിന്റെ ഊട്ടുപുര പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ചടങ്ങുകൾ. ആറാട്ടുപുഴ മന്ദാരം കടവിൽ കർക്കിടക വാവുബലി ചടങ്ങുകൾ ബുധനാഴ്ച പുലർച്ചെ 12:30 മുതൽ ആരംഭിച്ചു. സന്തോഷ് ഇളയത്, മാപ്രാണം സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിന്റെ ഭാഗമായി പിതൃബലി തർപ്പണം നടന്നു. ആറാട്ടുകടവിൽ നടന്ന തർപ്പണ ചടങ്ങുകൾക്ക് നന്ദിക്കര നടുവത്തുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിനകത്ത് അഴകത്തുമനയ്ക്കൽ ഹരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാതിലഹോമവും നടന്നു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങുകൾക്ക് കലേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം, വഞ്ചിപ്പുര, അയിരൂർ, ചാപ്പക്കടവ്, ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ലിജേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പ്രശോഭ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്തും ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പുതുക്കുളം കടവിലുമാണ് ബലിതർപ്പണം നടന്നത്. തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രക്കുളത്തിനോട് ചേർന്ന് ബലിതർപ്പണം നടത്തി. പറമ്പൻതളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അങ്കമാലി അജിത് ശാന്തി ആചാര്യസ്ഥാനം വഹിച്ചു. ക്ഷേത്രത്തിൽ നടന്ന തിലഹോമത്തിന് തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. കോലഴി SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുമന്ദിരത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. വിഷ്ണു ശാന്തി കാർമ്മികത്വം വഹിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ 100 കണക്കിന് ഭക്തർ പിതൃതർപ്പണം നടത്തി. ഗണപതി ഹോമം, തിലഹോമം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കർമ്മി സുധീശാന്തി, മേൽശാന്തി കൈതക്കോട്ടുമന നാരായണൻ ഭട്ടത്തിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം ശ്രീ മണ്ണത്തർക്കോവ് ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ക്ഷേത്രം ഊരാളൻ KK നടരാജൻ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി വിഷ്ണു നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗണേശമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ മേൽശാന്തി ഷിനോജ് കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക വാവ് പിതൃതർപ്പണം നടത്തി. ലോഹിതാക്ഷ ശർമ്മ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
നിർവഹിച്ചു. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടന്നു. കോതവറമ്പ് പനങ്ങാട്ട് പ്രബീഷ്, എസ് എൻ പുരം കാതിക്കുളത്ത് കണ്ണൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശ്വകർമ്മ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടകവാവ് പിതൃതർപ്പണം തൃപ്രയാർ സരയൂ തീരത്ത് നടന്നു. രാമചന്ദ്രൻ ആചാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി. കൊരട്ടിക്കര ശ്രീവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്തും പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തിരുനാവായ ഗോകുൽ നാരായണൻ ഇളയതും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV. ആളൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ അരിയന്നൂർ സ്വദേശി തൈവളപ്പിൽ ഹാരിഷിന്റെ മകൻ 21 വയസ്സുള്ള ആരോമലാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തതിനു ശേഷം ആരോമലും സുഹൃത്തുക്കളും കേച്ചേരിയിലേക്ക് പോകുമ്പോൾ ആളൂർ സെന്ററിൽ വെച്ച് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടവേള. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഓരോ വർഷവും നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഗജദിനവും കടന്നുപോകുന്നത്. അതേസമയം ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ആനകളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ലോക ആന ദിനമായി ആചരിക്കുന്നത്. 2012 തുടക്കം. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സംരക്ഷണ ദിനങ്ങളിലൊന്നാണ് ആനദിനം. കാട്ടാനകളുടെയും വളർത്താനകളുടെയും സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ പരിപാലനം, മനുഷ്യനും ആനയും തമ്മിലുള്ള സഹവർത്തിത്വം എന്നിവയെല്ലാം ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. പരിസ്ഥിതിയുടെ ശില്പിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ആനകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. വനത്തിനുള്ളിൽ പുതിയ ജലാശയങ്ങൾ രൂപപ്പെടുത്തുക, വിത്തുകൾ ദൂരസ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, അതുവഴി സസ്യവളർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്നിവയിൽ ആനകൾ നിർണായക പങ്ക് വഹിക്കുന്നു. ആനകളെ സംരക്ഷിക്കുന്നതിനായി പ്രോജക്ട് എലിഫന്റ്, എലിഫന്റ് റിസർവ്സ്, എലിഫന്റ് കോറിഡോർസ് തുടങ്ങി നിരവധി പദ്ധതികൾ രാജ്യത്ത് നിലവിലുണ്ട്. കേരളത്തിൽ വയനാട്, സൈലന്റ് വാലി, നിലമ്പൂർ, പറമ്പിക്കുളം, അഗസ്ത്യമല തുടങ്ങിയ വനപ്രദേശങ്ങളാണ് കാട്ടാനകളുടെ പ്രധാന ആവാസ വ്യവസ്ഥകൾ. എന്നാൽ ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി കാട്ടാനകളെത്തി കൃഷിക്കും മനുഷ്യജീവനും വെല്ലുവിളി ഉയർത്തുകയാണ്. അതേസമയം നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്നു. 10 വർഷത്തിനിടെ നാട്ടാനകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. 2010 702 നാട്ടാനകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2026 മാർച്ചിലെ കണക്ക് പ്രകാരം 368 ആനകളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ നാട്ടാനകളുള്ളത് ആനപ്രേമികളുടെ സ്വന്തം ജില്ലയായ തൃശൂരിലാണ്. 90 നാട്ടാനകളാണ് ജില്ലയിലുള്ളത്. ലക്ഷണമൊത്ത നാട്ടാനകളുടെ കുറവ് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവ നടത്തിപ്പുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ലോക ഗജദിനത്തോടനുബന്ധിച്ച് തൃശൂർ വടക്കുനാഥ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി ലക്ഷ്മിയെ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഗജറാണി ലക്ഷ്മിയെ പൊന്നാട അണിയിച്ച് ഫലവർഗ്ഗങ്ങൾ നൽകി. ആനചികിത്സകൻ ഡോക്ടർ ഗിരിദാസിനെയും ചടങ്ങിൽ ആദരിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ്
PRM രവി, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, വടക്കുനാഥ ക്ഷേത്രം മാനേജർ ലക്ഷ്മി പ്രകാശൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി KA മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. കുട്ടൻകുളങ്ങര പുലിക്കളി സംഘത്തിന്റെ ബ്രോഷർ പ്രകാശനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന 50,000 രൂപ ധനസഹായം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA പറഞ്ഞു. തൃശൂർ YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം രക്ഷാധികാരി P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ YMCA പ്രസിഡന്റ് ജോജു മഞ്ഞില, സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നതകൾ മാറ്റിവെച്ച് സമൂഹം ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. പന്നിത്തടത്ത് സമസ്ത തൃശൂർ ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനായി. കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ബാഖവി, ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി, ഏലംകുളം SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി, ബഷീർ ഫൈസി ദേശമംഗലം, CK കുഞ്ഞിത്തങ്ങൽ, P മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ഭംഗിയായി ഈ പരിപാടികൾ ക്രമീകരിച്ച് കഠിനാധ്വാനം ചെയ്ത അസോസിയേഷൻ അല്ലാഹു അക്ബർ വലില്ലാഹി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ ഏറ്റുമുട്ടൽ. റിമാൻഡ് തടവുകാരനായ മുഹമ്മദിനെ സഹതടവുകാരൻ ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ പ്ലാക്കൽ വീട്ടിൽ ഐവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് ചെയ്തു. ഈ മാസം 9-ാം തീയതിയാണ് ഏറ്റുമുട്ടൽ നടന്നത്. അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഐവിൻ ആന്റണി മുഹമ്മദിനെ ആക്രമിച്ചത്. 3 മയക്കുമരുന്ന് കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ ജയിലിലടച്ചു. എളവള്ളി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനെയാണ് 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കിയത്. വാടാനപ്പള്ളി SI വിഷ്ണു രാമചന്ദ്രൻ, GSI അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ആറ് മയക്കുമരുന്ന് കേസുകളിലടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വലപ്പാട് സ്വദേശി പണിക്കവീട്ടിൽ മുഹമ്മദ് ഷജിയെ 1 വർഷത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിലാക്കി. വലപ്പാട് SHO K അനിൽകുമാർ, GSI PV ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തീകരിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന മോട്ടിവേഷൻ ട്രെയിനറും ഹിപ്നോട്ടിസ്റ്റുമായ തൃശൂർ പുറനാട്ടുകര സ്വദേശി മനീഷ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഇരട്ട വേൾഡ് റെക്കോർഡ് നേട്ടം കൈവരിച്ച് ശ്രദ്ധേയനായി. കോഴിക്കോട് നടന്ന മത്സരത്തിലാണ് മനീഷ് ഇരട്ട നേട്ടം കൈവരിച്ചത്. ടെലികിനസിസ് മെന്റലിസം ഇഫക്ട്സ് വിഭാഗത്തിലും ഹിപ്നോട്ടിക് ആം കാറ്റലപ്സി ആൻഡ് ഹിപ്നോട്ടിക് അനസ്തീഷ്യ വിഭാഗത്തിലുമാണ് ലോക റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. പ്രമുഖ മെന്റലിസ്റ്റും മജീഷ്യനുമായ RK മലയത്ത് മനീഷിന് പുരസ്കാരം സമ്മാനിച്ചു. പാത്മിയ ഇന്റർനാഷണൽ അക്കാദമിയിൽ നിന്ന് മെന്റലിസത്തിലും ഹിപ്നോട്ടിസത്തിലും മെസ്മറിസത്തിലും പരിശീലനം നേടിയ മനീഷ് സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് കൂടിയാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലുടനീളം മോട്ടിവേഷൻ, മൈൻഡ് പവർ ട്രെയിനിംഗ് മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് മനീഷ്. മെന്റലിസത്തിലും ഹിപ്നോട്ടിസത്തിലുമാണ് കിട്ടിയിട്ടുള്ളത്. ഹിപ്നോട്ടിസത്തിൽ നമ്മൾ ഒരാളെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉറക്കുന്ന രീതിയിലും, മെന്റലിസം അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിൽ അങ്ങനെയുള്ള 2-3 ഐറ്റംസിലാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെപ്പോലുള്ള അധ്യാപകർ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്ന ഒത്തിരി പേര് ഈ ഹിപ്നോട്ടിസം ലെവലിൽ ഒരുപാട് ഉപകാരങ്ങളാണ്. ഈ മെന്റലി ഡിപ്രഷൻ, അതുപോലെ പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഹിപ്നോട്ടിസം മുഖേന നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. കേരളത്തിലുടനീളമുള്ള സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കാലങ്ങളായി മനീഷ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തുവരുന്നു. കുട്ടികളിലെ ഓർമ്മക്കുറവ് പരിഹരിക്കാനും രക്ഷിതാക്കൾക്കുണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കാനും ശില്പശാലകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെയും പെൺകുട്ടികളിൽ വളർന്നുവരുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്കെതിരെയും മോട്ടിവേഷൻ ക്ലാസുകളും ഹിപ്നോതെറാപ്പിയും നൽകി വരുന്നു. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പ്രത്യേക വർക്ക്ഷോപ്പുകളും നടത്തിവരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മറ്റൊരു ഇടവേള.
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. പുൽത്തൈലം വിൽക്കാനെന്ന വ്യാജേന വീട്ടിലെത്തി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 2 സ്ത്രീകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറെ വെമ്പലൂർ സ്വദേശിനി കുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുജാത, പാപ്പിനിവട്ടം സ്വദേശിനി നടവരമ്പത്ത് വീട്ടിൽ റോജ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മണലൂർ പുത്തൻകുളം സ്വദേശി വല്ലത്തുപറമ്പിൽ വീട്ടിൽ സ്വർണ്ണലതയാണ് തട്ടിപ്പിന് ഇരയായത്. അന്തിക്കാട് SHO കേഴ്സൺ, SIമാരായ ഹാഷിഷ്, റിജി, ഋഷിപ്രസാദ്, CPMമാരായ രേഷ്മ, കിരൺ, ശ്രീജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഓടുന്ന സ്കൂട്ടറിലേക്ക് തേങ്ങ വീണ് യാത്രക്കാരന് പരിക്ക്. ഗുരുവായൂർ കിഴക്കേനടയിലെ വ്യാപാരിയും ഒരുമനയൂർ സ്വദേശിയുമായ എടക്കളത്തൂർ സജിക്കാണ് പരിക്കേറ്റത്. ജ്യേഷ്ഠൻ സെബി ഓടിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. പരിക്കേറ്റ സജിയെ ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരാക്കര കപ്പേളയ്ക്ക് സമീപം കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. വരാക്കര സ്വദേശി മാപ്രാണത്തുകാരൻ വീട്ടിൽ ജോൺസനാണ് പരിക്കേറ്റത്. ജോൺസന്റെ വീടിന് മുൻപിലായിരുന്നു അപകടം. ആമ്പലൂരിൽ നിന്ന് വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് സ്കൂട്ടറിലിടിച്ചത്. പരിക്കേറ്റ ജോൺസനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂരിൽ വയോധികയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മേച്ചേരി വീട്ടിൽ നാരായണന്റെ ഭാര്യ 65 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മുദ്രാവാക്യവുമായി BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി രാഷ്ട്ര സ്വാഭിമാൻ യാത്ര സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്തിന് ദേശീയ പതാക കൈമാറി യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കിഴക്കേക്കോട്ടയിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലേക്കാണ് യാത്ര നടത്തിയത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,195 രൂപ, പവന് 1,13,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഹർജി. തൃശൂർ സ്വദേശി ബിപിൻ ടി ആലപ്പാട്ടാണ് ഹർജി നൽകിയത്. ഡോക്ടർ MP പരമേശ്വരന് സാംസ്കാരിക നഗരിയുടെ യാത്രാമൊഴി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. അന്തിമോപചാരമർപ്പിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ കാട്ടാന ആക്രമണത്തിൽ 3 വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ തടയുന്നതിനിടെ ജീവനക്കാരെ ആന ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളുമായി ജില്ലാ ഭരണകൂടം. തേക്കിൻകാട് മൈതാനിയിൽ സ്വാതന്ത്ര്യ പരേഡിന്റെ പരിശീലനം അവസാന ഘട്ടത്തിൽ. വിപണിയിലും ത്രിവർണ്ണ തരംഗം.
പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. പാമ്പാടി അയോർ മഠത്തിലും ചാവക്കാട് പഞ്ചവടിയിലും ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.